ഹായ് ഓൾ, ലിങ്കൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫുഡ് ഇന്നോവേഷനിൽ അഡ്മിഷൻ നേടിയ ആതിരയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സോ ഹായ് ആതിര. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ വിസ അപ്രൂവൽ. താങ്ക് യു. സോ ആതിര, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് ആതിര. എൻ്റെ സ്ഥലം ആക്ച്വലി ഞാൻ കൊടുങ്ങല്ലൂരാണ്. Okay. ഇപ്പം ഞാൻ താമസിക്കുന്നത് ആലുവയില. ഞാൻ എം ടെക് ഗ്രാജുവേറ്റ് ആണ്, ബയോടെക്നോളജി. ഇപ്പോൾ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് തന്നെ ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നോക്കിയത്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഇവരെ ഇവിടുന്ന് തന്നെ സജസ്റ്റ് ചെയ്ത് തന്നത്, ഫുഡ് ഇന്നോവേഷൻ. അപ്പോൾ ഞാനൊരു ടീച്ചറും ആയിരുന്നു ബേസിക്കലി. അപ്പോൾ ആസ് എ ടീച്ചർ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത്. സോ എങ്ങനെയാണ് നമ്മുടെ ഡെറിക് ജോൺസിനെ പറ്റി ആതിര അറിഞ്ഞത്? ആക്ച്വലി ഫ്രം ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇഷ്ടംപോലെ ഇത് ഒരു പോസ്റ്റാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ജസ്റ്റ് ഒരു ഇത് വരുന്നതിൻ്റെ ഒരു പോസ്റ്റ് കണ്ടതാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു, കോൺടാക്ട് ചെയ്യാനായിട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ സംസാരിച്ചു കഴിഞ്ഞാണ് എനിക്കിതിനെ കുറച്ചും കൂടെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തന്ന് കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്. ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ സ്റ്റാഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിനെ പറ്റിയെന്ന് പറയാം. വളരെ നല്ല സപ്പോർട്ടായിരുന്നു. ഞാനത് ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതല്ല, ശരിക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം ഈ ഒരു പ്രോസസ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ കഴിഞ്ഞ കൊല്ലം, അതായത് 2024 ഫസ്റ്റ് ജാനുവരി ആ ഒരു ടൈമിൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ പല പ്രാവശ്യം ഞാനൊന്ന് ബാക്കൗട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് പല സമയങ്ങളിലും. പക്ഷെ ആ സമയത്തല്ലാതും എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ പുറകെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവർ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇവിടെ നിന്നുള്ള സപ്പോർട്ട് കൊണ്ടുകൂടിയാണ് എനിക്ക് ഈ ഒരു ഇതിലേക്ക് കറക്റ്റായിട്ട് എനിക്ക് എത്താൻ പറ്റിയത്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയായിരുന്നു എല്ലാ കാര്യത്തിലും. സാറ്റിസ്ഫൈഡ് ആണ്? ശരിക്കും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ എബ്രോഡ് പോകാമെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓപ്ഷൻസ് വരും, ഒരുപാട് കൺട്രീസ് വരും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് ചൂസ് ചെയ്തത് ആതിര? ന്യൂസിലാൻഡ് ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു ടീച്ചറാണ്. എൻ്റെ കുറേ സ്റ്റുഡൻസ് കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എല്ലായിടത്തുനിന്നും കുറേ ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓരോ കൺട്രീസിൻ്റെ ആയാലും അതിന് കുറേ ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്നാണ് ഞാൻ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഒരു കൺട്രി ചൂസ് ചെയ്യാനുള്ള റീസൺ. കാരണം ബാക്കി എല്ലായിടത്തും ഇപ്പോൾ ഏകദേശം ഒരു സാച്ചുറേറ്റഡ് ലെവൽ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ അങ്ങനെയല്ല. പിന്നെയും കുറേയും കൂടെ പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സും ഉണ്ട് അവിടെ. അപ്പം എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്ലസൻ്റ് ആയിട്ടുള്ളതായാലും എല്ലാ രീതിയിലും കുറച്ചും കൂടെ ഒരു നല്ലതാണെന്നുള്ളൊരു പീസ്ഫുൾ കൺട്രി എന്നുള്ളത് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചൂസ് ചെയ്തത്. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. അവർ 2 പേരെയും കൊണ്ട് കുറച്ചും കൂടെ നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറാം എന്നുള്ളത്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ, will you suggest Derek Jones to your family and friends? Yes, of course, absolutely. ഞാൻ ഉറപ്പായിട്ടും പറയും. ഞാൻ എന്നോട് ഇൻട്രാക്ട് ചെയ്യുന്നവരോട് എല്ലാവരോടും ഞാനത് പറയാറുണ്ട്. ഞാൻ ചോദിക്കുന്നവരോട് എല്ലാവരോടും, സ്റ്റുഡൻസ് ആയാലും ഫ്രണ്ട്സ് ആയാലും പലപ്പോഴും വരാറുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. Okay, so thank you and all the very best.